സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് മധ്യപ്രദേശിലെ അമർകാണ്ടകിലുള്ള പെൻഡ്ര റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായി. ഞാൻ അമർകാണ്ടകയിലോട്ട് പോകാനായിട്ട് ഒരു ജീപ്പ് പിടിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂടെ 3-4 പേരും കൂടെ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയാണ്. ഊട്ടിയും മൂന്നാറും ഒക്കെ പോലെ അങ്ങ് കുന്നിൻ്റെ മുകളിലുള്ള ഒരു ഹില്ലി ടൗണാണ് ഈ അമർകാണ്ടക് എന്ന് പറയുന്നത്. 100 രൂപയായി ജീപ്പിന് ഇവിടം വരെ. ഈ കാണുന്നത് ഒരു ആശ്രമമാണ്. ഇവിടെ റൂം അവൈലബിൾ ആണെന്നാണ് അറിഞ്ഞത്. ഞാൻ മുമ്പേ കണ്ട ശാന്തികുടി ആശ്രമത്തിൽ റൂം എടുത്തു. അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നർമ്മദാദേവിയെ ദർശിക്കാനായിട്ട് എത്തിയതാണ്. ഇത് മധ്യപ്രദേശ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന വലിയൊരു ബോർഡാണ്. ഈ ബോർഡിൽ നർമ്മദാ നദിയുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇൻഡെക്സ് 24 മണിക്കൂറും ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നർമ്മദാദേവിയുടെ ക്ഷേത്രം അഥവാ നർമ്മദാ ഉദ്ഗം കുണ്ട്. ഈ ക്ഷേത്രത്തിനുള്ളിലാണ് നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് പറയുന്നത്. ഞാൻ അകത്തോട്ട് കയറിയില്ല, ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറിയേ ഉള്ളൂ. എന്തായാലും നമുക്ക് അകത്ത് കയറി ആ നർമ്മദാ ഉദ്ഗം കുണ്ടൊക്കെ ഒന്ന് ദർശിക്കാം. 8-ാം നൂറ്റാണ്ടിൽ നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം തേടിയെത്തിയ ശങ്കരാചാര്യരാണ് ഈ നർമ്മദാ ഉദ്ഗം കുണ്ട് ആദ്യമായിട്ട് കണ്ടെത്തിയതും ഇതാണ് നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3438 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമർകാണ്ടകിലേക്ക് ഞാൻ എത്തിയത് ബിലാസ്പൂരിൽ നിന്നുമാണ്. ഛത്തീസ്ഗഡ് യാത്ര കഴിഞ്ഞ് ബിലാസ്പൂരിൽ നിന്നുമാണ് പോകുന്നത്. ബിലാസ്പൂരിൽ നിന്ന് ഏകദേശം ഒരു 120 കിലോമീറ്റർ ദൂരമുണ്ട് ഈ അമർകാണ്ടകിലോട്ട്. വിന്ധ്യ സാത്പുര പർവ്വതനിരകളുടെ സംഗമസ്ഥാനമായിട്ടുള്ള മായിക്കൽ ഹിൽസ്, ആ മായിക്കൽ ഹിൽസിലാണ് നർമ്മദാ ഉദ്ഗം കുണ്ടെന്ന് പറയുന്ന നർമ്മദാ ദേവിയുടെ പേരിലുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദി മാത്രമല്ല, സോൺ അതുപോലെ തന്നെ ജോഹില എന്നീ 2 നദികളും ഉത്ഭവിക്കുന്നത് അമർകാണ്ടകിലെ മായിക്കൽ ഹിൽസിൽ നിന്ന് തന്നെയാണ്. ഈ ക്ഷേത്രത്തിനകത്ത് പല സ്ഥലങ്ങളിൽ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന ചെറിയ ചെറിയ അരുവികളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ ശങ്കരാചാര്യർ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ടില്ല. ഇത് പുറത്തുള്ള ഒരെണ്ണമാണ്, ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെ. ഇവിടെ നർമ്മദാദേവിയുടെ ഒരു ചിത്രവും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. നർമ്മദാദേവി ഇരിക്കുന്നത് മഗർമച്ച് അഥവാ മുതലയുടെ മുകളിലാണ്. മുതലയാണ് നർമ്മദാദേവിയുടെ വാഹനം. ഇത് ചെറിയതായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടോ, അതാണ് നർമ്മദയുടെ ഒരു ഉത്ഭവസ്ഥാനം. എന്നാലും ശങ്കരാചാര്യർ പ്രഖ്യാപിച്ചിട്ടുള്ള നർമ്മദയുടെ ഉത്ഭവസ്ഥാനമാണ് പരക്കെ യഥാർത്ഥത്തിലുള്ള നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഈ വെളിയിലുള്ള ഉത്ഭവസ്ഥാനത്തു നിന്ന് ഒഴുകിയെത്തുന്ന ജലം ഇവിടെ തടയണ കെട്ടി ചെറിയൊരു കുളം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിന് ചുറ്റും, ഈ കുളത്തിന് ചുറ്റും വളരെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ചിത്രങ്ങൾ വരച്ച് അലങ്കരിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ കരയിൽ ചെറിയൊരു പന്തലും കെട്ടിയിട്ടുണ്ട് ഭജനയൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിനകത്തോട്ട്. ഇത്രയും നേരം നമ്മളിതിൻ്റെ മതിലിന് വെളിയിലായിരുന്നു നിന്നിരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല രസമുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കാം. 8 മണിയൊക്കെ ആയി ഇപ്പം. 12-ാം നൂറ്റാണ്ടിൽ കാലാചുരീസ് ഓഫ് ത്രിപുരൈ അല്ലെങ്കിൽ ചേതിയിലെ കാലാചുരി രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആദ്യമായിട്ട്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഗ്വാളിയർ ഭരിച്ചിരുന്ന അതിപ്രശസ്തയായിട്ടുള്ള രാജ്ഞി അഹല്യാഭായ് ഹോൾക്കർ ഇത് പുതുക്കി പണിയുകയുണ്ടായി. ആ പുതുക്കി പണിതതിന് ശേഷമുള്ള രൂപമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പുരാണങ്ങളിലും മറ്റും അമർകാണ്ടകിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പത്മപുരാണത്തിൽ പറയുന്നതനുസരിച്ച് അമർകാണ്ടകിനെ മഹാരുദ്രമേരു എന്നാണ് വിളിച്ചിരുന്നത്. ശിവഭഗവാൻ ത്രിപുരാദഹനം നടത്തിയത് ഇവിടെ ഈ അമർകാണ്ടകിൽ വെച്ചാണ് എന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇതിന് മഹാരുദ്രമേരു എന്നുള്ള പേര് പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ത്രിപുരാദഹനത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരപ്രകാരം അതിക്രൂരന്മാരായിരുന്ന 3 അസുരന്മാരായിരുന്ന താമരാക്ഷനും കമലാക്ഷനും വിദ്യുന്മാലിയും 3 അദൃശ്യ ഭവനങ്ങൾ ആകാശത്തിൽ പണിതു. ഇവയെയാണ് ത്രിപുരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരും
മുനിമാരുമെല്ലാം ശിവഭഗവാനെ സമീപിക്കുകയും ഇവരുടെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ ഈ ത്രിപുരങ്ങൾ അമർകാണ്ടകിൽ വെച്ചാണ് ഭസ്മമാക്കിയത് അല്ലെങ്കിൽ ദഹിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഈ നർമ്മദാ ഉദ്ഗം കുണ്ടിന് ചുറ്റുമുള്ള ഉപദേവതാ പ്രതിഷ്ഠകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ശ്രീരാം ദർബാർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും എല്ലാം ചേർന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് പണിതിരിക്കുന്ന ക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നു. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അഹല്യാബായി ഹോൾക്കറുടെ കാലത്തും മറ്റുമൊക്കെ ആയിട്ട്. നടുക്ക് ആ കുളത്തിൻ്റെ നടുക്ക് കാണുന്നത് നർമ്മദാദേവിയുടെ പ്രതിഷ്ഠയാണ്. അത് കുളമല്ല ശരിക്ക്. ഞാൻ മുമ്പേ കാണിച്ചു തന്ന പോലെ തന്നെ ഇവിടെ ശങ്കരാചാര്യർ കണ്ടെത്തിയ ആ നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഒഴുകി വരുന്ന അരുവിയിലെ ജലം ഭക്തർക്കായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നതാണത്. ഇത് ഗ്യാരഹരുദ്ര മന്ദിർ. ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ശിവൻ്റെ പ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാളിദാസൻ്റെ കൃതികളിലും മറ്റും അമർകാണ്ടകിനെ അമരകൂടെന്നാണ് പറയുന്നത്. അതാവണം പിന്നീട് അമർകാണ്ടകായി മാറിയത്. ഏറ്റവും ഉള്ളിലായിട്ടുള്ള നർമ്മദാ ഉദ്ഗം കുണ്ടിൻ്റെ ഒഴുകി വരുന്ന ജലം കെട്ടി നിർത്തിയിരിക്കുന്നതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ക്ഷേത്രം പോലെ പണിതിരിക്കുന്നുണ്ട്. അതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള നർമ്മദാദേവിയുടെ പ്രതിഷ്ഠയാണ് നമ്മൾ കാണുന്നത്. അത് വെള്ളത്തിൽ പ്രതിഫലിച്ച് നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാത്രിയിൽ നല്ല വെളിച്ചമൊക്കെ അടിച്ച് വെള്ളത്തിലത് പ്രതിഫലിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട്. മഹാമുനിമാരായിട്ടുള്ള ഭൃഗുവും വ്യാസനും ഒക്കെ ഈ അമർകാണ്ടകിൽ മായിക്കൽ ഹിൽസിലിരുന്ന് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് ഈ നർമ്മദാ ഉദ്ഗം കുണ്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 3-4 കിലോമീറ്റർ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമർകാണ്ടകിൽ തന്നെ കബീർ ചബൂത്തര എന്ന് പറയുന്നൊരു സ്ഥലവും അവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെയൊക്കെയുണ്ട്. അത് കബീർദാസ് അവിടെ ഇരുന്ന് ധ്യാനിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. നർമ്മദാ ഉദ്ഗം കുണ്ട് കാണാനായിട്ട് ഞാനിപ്പം ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനകത്തും കുറേ ഉപപ്രതിഷ്ഠകളുണ്ട്. വിഷ്ണുവായിട്ടും ദേവിയായിട്ടും ശിവനും ഒക്കെ. അപ്പോൾ ഇവരെല്ലാവരെയും ദർശിച്ച് നമുക്ക് നർമ്മദാ ഉദ്ഗം കുണ്ടും കണ്ട് നർമ്മദാദേവിയെയും തൊഴുത് മടങ്ങാം. രാവിലെ ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. ഈ കാണുന്ന ആനയുടെ പുറത്തും കുതിരയുടെ പുറത്തും ഇരിക്കുന്ന മനുഷ്യരൂപങ്ങൾക്ക്, പടയാളികളായിട്ടുള്ള മനുഷ്യരൂപങ്ങൾക്ക് തലയില്ല. ഇത് കുറേ ശിവലിംഗങ്ങളാണ്. ഇത് ദശാവതാരത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ചെറിയൊരു ക്ഷേത്രമാണ്. ഇതിന് തൊട്ടിപ്പുറത്തുള്ളത് ലക്ഷ്മീനാരായണൻ്റെ ക്ഷേത്രമാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഇത് സൂര്യക്ഷേത്രമാണ്. പുറയിൽ കാണുന്നതാണ് സൂര്യക്ഷേത്രം. മുമ്പിലുള്ളത് സൂര്യൻ്റെ വേറൊരു അടുത്ത കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു പ്രതിഷ്ഠയാണ്. ഇതാണ് ശരിക്കുള്ള നർമ്മദാ ഉദ്ഗം കുണ്ട്. അവിടെ കാണുന്നത് ഒരു ശിവലിംഗവും അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നർമ്മദാദേവിയുമാണ്. നർമ്മദയുടെ അല്ലെങ്കിൽ നർമ്മദാ നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് 2-3 ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുണ്ട്. അതിലൊന്ന്, ശിവഭഗവാൻ അതികഠിനമായ തപസ്സനുഷ്ഠിച്ചിരുന്നപ്പോൾ ചൂട് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരം വിയർക്കുകയും ആ വിയർപ്പ് താഴോട്ട് ഒലിച്ചിറങ്ങി ഉണ്ടായതാണ് നർമ്മദാ നദി എന്നാണ്. മറ്റൊന്ന്, ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ താഴേക്ക് ഭൂമിയിലേക്ക് പതിച്ചു. അതിൽ ഒരു തുള്ളിയാണ് നർമ്മദാ നദിയെന്നും മറ്റേ തുള്ളി സോൺ എന്ന് പറയുന്ന നദിയായും രൂപം പ്രാപിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. പാപനാശത്തിനും മോക്ഷത്തിനുമായി ഗംഗയിൽ മുങ്ങിക്കുളിക്കണം, യമുനയിലെ വെള്ളം കുടിക്കണം. എന്നാൽ നർമ്മദയുടെ ദർശനമാത്രയിൽ തന്നെ പാപനാശവും മോക്ഷവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. നർമ്മദയെ കന്യകാസങ്കല്പത്തിൽ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ തദ്ദേശീയരായ നാട്ടുകാർക്കിടയിൽ ചെറിയൊരു കഥ പ്രചാരത്തിലുണ്ട്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. മായിക്കൽ രാജാവിൻ്റെ അതിസുന്ദരിയും ബുദ്ധിമതിയുമായ പുത്രിയായിരുന്നു നർമ്മദ. അവൾക്ക് വിവാഹപ്രായമായപ്പോൾ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. ഗുലാബ് കൗലി എന്ന പൂവ് ആരാദ്യം കൊണ്ടുവരുന്നുവോ ആ ആൾക്ക് നർമ്മദയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന്.
സോനഭദ്ര എന്ന രാജകുമാരൻ ഇതിൽ വിജയിച്ചു. അദ്ദേഹത്തെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ തോഴിയായ ജൂഹിലയെ നർമ്മദ അദ്ദേഹത്തിനടുത്തേക്ക് പറഞ്ഞയച്ചു. ജൂഹിലയെ നർമ്മദയായി തെറ്റിദ്ധരിച്ച സോനഭദ്ര രാജകുമാരൻ അവളെ പ്രേമിക്കുകയും തന്നെ കല്യാണം കഴിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. താൻ നർമ്മദ അല്ല എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ജൂഹില സോനഭദ്ര രാജകുമാരനെ വിവാഹം കഴിച്ചു. മുൻപ് നമ്മൾ കണ്ട ആ ആനയുടെ പ്രതിമയുടെ കാലിനിടയിൽ കൂടെ കുട്ടികളെ കടത്തിവിടുകയാണ്. കുട്ടികളുടെ ഭയം മാറാനാണെന്നാണ് പറഞ്ഞത്. ക്ഷേത്രപൂജാരിമാർക്ക് താമസിക്കാനും വിശ്രമിക്കാനും ഉള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ. ഇത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ്. ഇതിലാണ് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ നർമ്മദാ ഉദ്ഗംകുണ്ട് ദേവീക്ഷേത്രത്തിലെ മുഖ്യ പ്രസാദം എന്ന് പറയുന്നത് നർമ്മദാ നദിയിലെ ജലം തന്നെയാണ്. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങും വഴി ടൗണിൽ കണ്ട മനോഹരമായിട്ടുള്ളൊരു നന്ദിവാഹനാണിത്. അതിരാവിലെ നർമ്മദാദേവിയെ കണ്ടു വണങ്ങുവാൻ വീണ്ടും വന്നതാണിപ്പോൾ. സമയം ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലത്തെ ജീപ്പുകാരൻ ഇന്ന് ഇവിടെല്ലാം കൊണ്ട് കാണിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊഴുതിറങ്ങിയിട്ട് വേണം അയാളെ വിളിക്കാനായിട്ട്. ഇന്നലെ രാത്രിയിൽ നിന്നും വ്യത്യസ്തമായി പകൽ വെളിച്ചത്തിലുള്ള നർമ്മദാ ഉദ്ഗംകുണ്ട് ദേവീക്ഷേത്രത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്നലെ പറഞ്ഞു നിർത്തിയിടത്തു നിന്നും നർമ്മദയുടെ കഥ തുടരുകയാണ്. വിശ്വസിച്ച് പറഞ്ഞയച്ച തൻ്റെ പ്രിയ തോഴിയായിട്ടുള്ള ജൂഹില തന്നെ വഞ്ചിച്ച് സോനഭദ്രയെ വിവാഹം കഴിച്ചതറിഞ്ഞ നർമ്മദ കോപകുലയായി അവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ജൂഹിലയെ എടുത്തെറിഞ്ഞു. ശേഷം നർമ്മദ സോനഭദ്രയുടെ അടുക്കൽ നിന്നും ദൂരേക്ക് അഥവാ പടിഞ്ഞാറ് ദിക്കിലേക്ക് കുതിച്ചു പാഞ്ഞു. അങ്ങനെ നർമ്മദ താൻ ഇനി വിവാഹം കഴിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ രൗദ്രഭാവത്തിൽ പടിഞ്ഞാറോട്ടൊഴുകി കിഴക്കോട്ടൊഴുകുന്ന സോൺ നദിയിൽ നിന്നും പരമാവധി ദൂരേക്ക് മായിക്കൽ കുന്നുകളുടെ മറ്റൊരു ചെരുവിൽ ചെന്ന് വീണ ജൂഹില അവിടെ നിന്നും തൻ്റെ ഭർത്താവായ സോണിൽ ലയിക്കാനായി കിഴക്കോട്ടൊഴുകി സോൺ നദിയുടെ ഒരു പോഷക നദിയായി മാറി. സോൺ നദി പിന്നീട് ഗംഗാനദിയിൽ പതിച്ചു. പടിഞ്ഞാറോട്ടൊഴുകിയ നർമ്മദ വളരെ ദൂരമൊഴുകി ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാമ്പത്തിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ ഇന്നലെ രാത്രിയിൽ വിശദമായിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കാത്തത്. ഇതാണ് നർമ്മദാ ഉദ്ഗംകുണ്ട്. നർമ്മദാദേവിയുടെ പ്രതിഷ്ഠയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന് തൊട്ടു മുമ്പിൽ ഒരു ശിവലിംഗവും ഉണ്ട്. രാം ജാനകി മന്ദിർ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കുറേ ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. ഉത്തരതട് ദക്ഷിണതട്, നർമ്മദയുടെ ഉത്തരഭാഗം ദക്ഷിണഭാഗം എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ഇത് മറ്റൊരു പ്രതിഷ്ഠയാണ് നർമ്മദാദേവിയുടെ, വെള്ളത്തിന് നടുക്കായിട്ടുള്ളത്. തൊഴിലിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇത് പ്രസാദ കൗണ്ടറാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലാണ്. ഇങ്ങനത്തെ 4 വശത്തും ഓരോ വാതിലുകളുണ്ട്. ഇതിവിടെ അകത്തുനിന്ന് ഒഴുകി വരുന്ന ജലം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് നർമ്മദയിലെ. ഇതിന് സൈഡിലായിട്ടൊരു ചെറിയ പ്രതിഷ്ഠയുണ്ട് ഹനുമാൻ സ്വാമിയുടെ. നമ്മുടെ സ്വന്തം ആളാണ് ഹനുമാൻ സ്വാമി. ആഞ്ജനേയനെ നമസ്കരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതിവിടെ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ചിന്തിക്കട പോലത്തെ സംഭവമാണ്. ധാരാളം നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വാങ്ങിക്കണമെന്ന് തോന്നി, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. കണ്ടിന്യൂസ് ആയിട്ട് 1 മാസത്തോളം യാത്രയായതുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ചാൽ ബാഗിൽ വെക്കാനും ബുദ്ധിമുട്ടാണ്, ചുമക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നർമ്മദാ തീരത്തെ കാഴ്ചകൾ കാണാനായിട്ടാണ് പോകുന്നത്.
നർമ്മദാ തീരത്തെത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലും മനോഹരമായിട്ട് മതിലൊക്കെ കെട്ടി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നല്ല വീതിയിൽ നർമ്മദ. ഇവിടെ വെള്ളം ഇങ്ങനെ ഇത്രയും കെട്ടി നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒഴുക്കൊന്നുമില്ല ഇവിടെ. ഇത് നർമ്മദാദേവിയുടെ വലിയൊരു ശില്പമാണ് വെള്ളത്തിന് നടുക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ശിവനാണെന്നേ തോന്നുള്ളൂ. ഞാൻ ശിവനാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ പിന്നീട് ചോദിച്ച സമയത്താണ് അത് ശിവനല്ല, നർമ്മദയുടെ പ്രതിഷ്ഠയാണെന്ന് മനസ്സിലായത്. ഇവിടെ ഈ നർമ്മദാ തീരത്തെല്ലാം ധാരാളം ശിവലിംഗങ്ങളും ചെറിയ ചെറിയ പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ മുങ്ങി കുളിക്കുന്നുണ്ട്, ബലിയിടുന്നുണ്ട്, എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പൂജാരിമാരെയൊക്കെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. വൈകുന്നേര സമയങ്ങളിലും രാവിലത്തെ സമയത്തുമൊക്കെ ഇവിടെ നർമ്മദാ തീരത്ത് ചെറിയ പന്തൽ പോലെ കെട്ടിയിരിക്കുന്നതിൻ്റെ അകത്ത് ഭജനയും കാര്യങ്ങളുമൊക്കെ നടക്കാറുണ്ട്. ഇപ്പം നല്ല ഒച്ചയിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് നർമ്മദാ ദേവിയെക്കുറിച്ചുള്ള പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഫലകത്തിൽ നർമ്മദാ പരിക്രമ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാ വർഷവും നർമ്മദാ പരിക്രമൺ എന്ന് പറയുന്ന വലിയൊരു ആഘോഷം നടക്കാറുണ്ട്. എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ഹിന്ദു കലണ്ടർ പ്രകാരം ചൈത്ര മാസത്തിലാണ് ഇത് നടക്കുന്നത്. നർമ്മദാ നദിയെ അല്ലെങ്കിൽ നർമ്മദാ ദേവിയെ വലം വെക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള നർമ്മദാ പരിക്രമ എന്ന് പറയുന്നത് ഏതാണ്ട് 2600 കിലോമീറ്റർ കാൽനടയായി ഈ നർമ്മദാ ഉദ്ഗം കുണ്ട് മുതൽ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാമ്പറ്റിൽ നർമ്മദ പതിക്കുന്നിടം വരെ നർമ്മദയുടെ വശത്തുകൂടി നടന്ന് നർമ്മദയെ ഒരു സ്ഥലത്തും ക്രോസ് ചെയ്യാതെ പ്രദക്ഷിണം വെച്ച് തിരിച്ച് നർമ്മദാ ഉദ്ഗം കുണ്ടിൽ വന്ന് തീരുന്നതാണ്. അത് സന്യാസിമാരും അതുപോലെ വ്രതമെടുത്തുമൊക്കെ ചെയ്യുന്ന വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. 2600 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതാണ്ട് 3 വർഷവും 3 മാസവും 3 ദിവസവും എടുത്താണ് ഈ യാത്ര അവർ പൂർത്തിയാക്കുന്നത്. മാർച്ച് മാസത്തിൽ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഹിന്ദു കലണ്ടർ പ്രകാരം ചൈത്ര മാസത്തിലാണ് ഈ നർമ്മദാ പരിക്രമ നടത്തുന്നത്. ഈ നർമ്മദാ തീരത്തൂടെ ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടന്നു. അതിരാവിലെ ഈ നർമ്മദ കാണാൻ നല്ല ഭംഗിയുണ്ട്. അനങ്ങാതെ കിടക്കുവാണ്, വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെയായിട്ടൊരു തടയണ പോലെയുണ്ട്, അത് കാണാനായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇങ്ങോട്ട് നടന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നർമ്മദയിലെ ആദ്യത്തെ ഡാമെന്ന് പറയുന്നത് ഈ കാണുന്നതായിരിക്കും. ഇതിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഇവിടെ ഇത്രയും നിൽക്കുന്നത്. അതല്ലെങ്കിൽ ചെറിയൊരു അരുവി പോലെ ഇവിടുന്ന് അങ്ങ് ഒഴുകി പോകാനുള്ളതേ ഉള്ളൂ. നർമ്മദാ പരിക്രമയെക്കുറിച്ചായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നർമ്മദയുടെ ഈ വലിയ പരിക്രമണ അല്ലാതെ ചെറിയൊരു പരിക്രമയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഈ ചൈത്രമാസത്തിൽ നർമ്മദാ ഉദ്ഗം കുണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി കാൽനടയായി ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരം നർമ്മദയെ വലം വെച്ച് ഇടയ്ക്ക് വെച്ചൊരു പാലമുണ്ട്, താൽക്കാലിക പാലം. ആ പാലത്തിൽ കൂടി നർമ്മദയെ ക്രോസ് ചെയ്ത് നർമ്മദയെ വലം വെച്ച് തിരിച്ച് നർമ്മദാ ഉദ്ഗം കുണ്ടിൽ വന്ന് തന്നെ തീരും. അത് ഈ 14 കിലോമീറ്റർ ദൂരം 13 ദിവസം കൊണ്ടാണ് ഈ നർമ്മദയുടെ പരിക്രമയുടെ ചെറിയ വേഷനിൽ ഭക്തർ നടന്ന് സായുജ്യം അടയുന്നത്. അത് സാധാരണ നമ്മളെപ്പോലെയുള്ള ഭക്തരാണ് അതികഠിനമായ വ്രതമൊക്കെ എടുത്ത് ഇത്രയും വർഷം ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പരിക്രമയാണത്. അതെല്ലാ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. നർമ്മദാ തീരത്ത് കണ്ട ഒരു മനോഹര ശില്പമാണിത്. വനവാസകാലത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ ശബരിയാശ്രമത്തിൽ ചെല്ലുന്നതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നർമ്മദയെയും ഗംഗയെയും ബന്ധിപ്പിച്ചുകൊണ്ടൊരു ചെറിയ നാടോടി കഥയുണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. 10,000 ഭക്തർ നിത്യവും ഗംഗയിൽ മുങ്ങിക്കുളിക്കുകയും ഇവരുടെ പാപഭാരം അവിടെ കഴുകിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പാപഭാരമെല്ലാം കൂടെ ഗംഗാനദിയിൽ കലർന്ന് ഗംഗയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞപ്പോൾ ഗംഗാനദി ഒരിക്കൽ ഒരു പശുവിൻ്റെ കറുത്ത നിറമുള്ള പശുവിൻ്റെ രൂപം എടുത്തുകൊണ്ട് നർമ്മദാ നദിയിൽ എത്തുകയും നർമ്മദയിൽ മുങ്ങിക്കുളിച്ച് തൻ്റെ പാപഭാരം മുഴുവൻ അവിടെ കഴുകിക്കളഞ്ഞ് ഒരു വെളുത്ത പശുവായിട്ട് തിരികെ മടങ്ങുകയും ചെയ്തു എന്ന് ഇവിടുത്തെ തദ്ദേശീയരായ നാട്ടുകാർക്കിടയിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. അത്രയ്ക്കുണ്ട് നർമ്മദയുടെ മഹത്വം. ശിവഭഗവാൻ നർമ്മദയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിൻ്റെ ദർശന മാത്രയിൽ തന്നെ ഭക്തരുടെ പാവങ്ങളെല്ലാം ഇല്ലാതാകുമെന്ന്.
നർമ്മദാ തീരത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി. ഇവിടെ ഒരു ഇന്ദ്രധാമൻ ലേക്ക് ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ട്, അതാണ് ഈ കാണുന്നത്. ഇനിയിപ്പം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ജീപ്പുകാരൻ 9 മണിയാകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമർകാണ്ടകിലെ മറ്റു കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.